പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു കലാവിദ്യാർത്ഥി എന്ന രീതിയിൽ നോക്കുമ്പോൾ എങ്കക്കാട് പോലുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വില്ലേജിൽ കലയുടെ പേരിൽ ഇങ്ങനെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, കാരണം ഇത് പല സ്ഥലങ്ങളിലും ഇത്തരം പ്രോഗ്രാം തുടങ്ങിയും 1, 2, 3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നുപോവാണ് പതിവ്. കാരണം അതിന്റെ ഭൗതിക സാഹചര്യങ്ങളാകാം, സാമ്പത്തിക കാരണങ്ങളെ കൊണ്ട് പല കാരണങ്ങളാലും നിന്നു പോകാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ 10ാമത്തെ വർഷവും ഓരോ വർഷവും ആവേശം കൂടി വരികയാണ്. ഇതിന്റെ ഇവിടെ ചിത്രകല മാത്രമല്ല, ശില്പകലയുണ്ട്, നൃത്തമുണ്ട്, സംഗീതമുണ്ട്, എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, കേരളത്തിൽ അടുത്ത കാലത്ത് നടക്കുന്ന പല പരിപാടികളും ഈ നഗര കേന്ദ്രീകൃതമാണ്, സിറ്റി ബേസ്ഡ് ആണ് പല പ്രോഗ്രാമുകളും. അതുകൊണ്ട് തന്നെ വില്ലേജിലൊക്കെ താമസിക്കുന്നവർക്ക് അതിൽ എത്തിപ്പെടാനോ അങ്ങനെയുള്ള പരിപാടികൾ പങ്കാളികളാണ് പലപ്പോഴും സാധ്യമാകാറ് ഇല്ല. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഈ കലാകാരന്മാരൊക്കെ ഇവരൊക്കെ വീടുകളിൽ, ഈ വില്ലേജുകളിലെ വീടുകളിൽ താമസിക്കുകയും പരസ്പര സ്നേഹം പങ്കിടുകയും കലയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് നമുക്കറിയാം, പൊതുവെ ഇന്ന് ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ ആളുകൾ മനോരോഗികളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് കലയുടെ ഒരു പ്രാധാന്യം, ഒരു വിശാല മാനവികതയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കലയിലുള്ള ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വപ്നമാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്തതിനെ കുറിച്ചുള്ള ഒരു മോഹമാണ്. അപ്പോൾ ഇവിടെ ഒരു വിശാല മാനവികതയെക്കുറിച്ചുള്ള ഒരു മോഹം, ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിൽ ഇത്തരം പരിപാടികൾ വലിയ റോളുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ചരിത്രത്തില് ചില സന്ദർഭങ്ങളിൽ കലയ്ക്ക് സാമാന്യമായിട്ടുള്ളൊരു മൂല്യത്തെ കവിഞ്ഞു നിൽക്കുന്ന പല കഴിവുകളും കടമകളൊക്കെ ഉണ്ടെന്നാണ് നമ്മളൊരു മനസ്സിലാക്കല്. അതായത് സമൂഹത്തില് മറ്റ് മനുഷ്യർക്ക് ആവശ്യമായ മാനസിക വിഭവങ്ങള്, ഇന്ദ്രിയ വിഭവങ്ങള്, ജീവിതത്തിന്റെ വിഭവങ്ങള്, പുരോഗതിയുടെ വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലയുടെ ഒരു റോളെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ ഇതൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്, ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ഇത് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോ കാരണം കല എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയും ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തില് ഇത് എല്ലാ അർത്ഥത്തിലും ഇത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷം, വീണ്ടും പറയാണ്, വളരെയധികം സന്തോഷം ഉണ്ടാകുകയാണ്. മാത്രമല്ല, ഇന്ന് ആളുകളൊക്കെ എനിക്കെന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിനൊന്നും അല്ലാതെ മറ്റേതെങ്കിലും കാര്യം ഭൗതിക നേട്ടങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ലാതെ ഈ സതീഷും കൂട്ടുകാരും ഇവിടെ നടത്തുന്ന ഈ നിറച്ചാർത്ത് പ്രോഗ്രാം എന്തുകൊണ്ടും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇവിടെ വരുന്ന കലാകാരന്മാർ തന്നെ, ഇപ്പൊ സുജിത്ത് എസിനെ പോലുള്ള കലാകാരനൊക്കെ ഇതിന്റെ സംഘാടനത്തിന്റെ കൂടെ ഭാഗമാകുകയും അതിന് മറ്റൊരു തരത്തിൽ നാഷണൽ ലെവലിലുള്ള ആർട്ടിസ്റ്റിലൂടെ വരികയും അത്ര ഇന്ററാക്ഷൻസ് നടക്കുക എന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഇങ്ങനെ ഒരു സംഗതി കേരളത്തിൽ വേറെ എവിടെയും നടക്കുന്നുണ്ടോ എനിക്ക് ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത്തരം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. സന്തോഷം. നന്ദി.